അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മാസത്തിന് മുമ്പ് തന്നെ മൊത്തം കുറേ ചെയറുകൾ നിരത്തി വെച്ചിട്ട് ഏതാണ്ട് 5 മണിക്കൂറോളം ലൈവ് ഇട്ടിട്ട് നമ്മുടെ മാർവലി അതിൽ ആരൊക്കെ വരാൻ പോകുന്നുണ്ടെന്നുള്ള ഒരു കാസ്റ്റ് അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്ന ക്യാരക്ടേഴ്സ് വരുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. എവിടാ ഇവന്മാരൊക്കെ എന്താ കാണിക്കാതെന്ന് ഒരുപാട് പേര് വിചാരിച്ചിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പം മെയിൻ ആയിട്ടുള്ള നമ്മുടെ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ, നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആയിട്ട് അഭിനയിച്ച ബെനഡിക്ട് കംബർബാച്ച് ഇവരൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം ഇവരൊക്കെ എന്ത് ചിലപ്പോൾ ഡൂംസ്ഡേയിൽ ഇല്ല എന്നൊക്കെ ഒരുപാട് പേര് ആലോചിച്ചിട്ടുണ്ടാവും. സോ അതിന് പകരമായിട്ട് ഇപ്പോൾ ഒരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ പടത്തിൽ ഇനിയും ആരൊക്കെ ആഡ് ഓൺ ആവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ്. ഇതൊന്നും പോരാതെ എക്സ്മെൻസിൻ്റെ ഒക്കെ കോമിക് റൈറ്റർ ക്രിസ് ക്ലാർമെൻറ്റ് ഒരുപാട് കാര്യങ്ങൾ ഡൂംസ്ഡേയെ കുറിച്ചൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല നമ്മുടെ ബോളിവുഡിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഷാറുഖ് ഖാൻ നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഉണ്ട്. പുള്ളി ഡോക്ടർ ഡൂമിൻ്റെ ഒരു വേരിയൻ്റ് ആയിട്ട് വരാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സൊക്കെ ഉണ്ട്. സോ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ ആദ്യം നിങ്ങൾക്കുള്ളൊരു ചോദ്യമായിരിക്കും, ഇപ്പോൾ മാർവൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്തൊന്നുമല്ല, പിന്നെ എന്തിന് ഇപ്പോൾ പറയാൻ പോകുന്ന ലിസ്റ്റ് നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ളതല്ലേ? പറയാം. ഈ ലിസ്റ്റ് പുറത്ത് വിട്ടിരിക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജെഫ് സ്നൈഡർ എന്ന് പറയുന്ന ഒരു ഇൻസൈഡറാണ്. ഇതേ ജെഫ് സ്നൈഡർ തന്നെയാണ് ഇതിന് മുമ്പ് ഡോക്ടർ ഡൂമായിട്ട് നമ്മുടെ RDJ വരാൻ പോവാണെന്ന് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ ഒരു മാസത്തിന് മുമ്പേ തന്നെ ലീക്ക് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയുള്ള ട്രസ്റ്റബിൾ ആയിട്ടുള്ള പുള്ളി ഇന്ന ക്യാരക്ടേഴ്സ് ഈ പടത്തിൽ വരാൻ വേണ്ടി പോകുന്നെന്ന് പറയുമ്പോൾ പുള്ളി അങ്ങനെ വെറുതെ പറയില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ലീക്സ് ഒക്കെ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ നമുക്ക് ആ ലിസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഓൾറെഡി അനൗൺസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഡൂംസ്ഡേയിൽ വരാൻ പോകുന്ന ഏതാണ്ട് ഓൾമോസ്റ്റ് ആ ചെയറൊക്കെ വെച്ചിട്ട് 27 മെമ്പേഴ്സിനെ അനൗൺസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിലൊക്കെ നിങ്ങൾ കണ്ടിരിക്കുന്ന ഒന്നെങ്കിൽ പുതിയ ചിലപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ മാർവലിൽ വന്നിട്ടുള്ള ക്യാരക്ടേഴ്സും പിന്നെ നമ്മുടെ എക്സ്മെൻസിലെ കുറച്ച് ക്യാരക്ടേഴ്സുമാണ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ലിസ്റ്റിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടു മറന്നിട്ടുള്ള കുറച്ച് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ വരാൻ വേണ്ടി പോകുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് നമ്മുടെ മാർക്ക് റഫലോ ആസ് ബ്രൂസ് ബാനർ ഹൾക്ക്. പുള്ളി പറഞ്ഞിരിക്കുന്ന ഓഫ്കോഴ്സ് നമ്മുടെ ഹൾക്ക് ഇത് വരും. പക്ഷേ ഇതിൽ എന്താണ് നമ്മൾ കാണാൻ പോകുന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം റേജ് മോഡിലുള്ള ഒരു ഹൾക്കാണോ അല്ലെങ്കിൽ ഓഫ്കോഴ്സ് കണ്ടു പറഞ്ഞിട്ടുള്ള പോലെ ആ പഴകിയ പ്രൊഫസർ ഹൾക്കിനെ തന്നെയാണ് കാണിക്കാൻ പോകുന്നതെന്നൊക്കെ കണ്ടറിയാം. എന്തായാലും ആ പ്രൊഫസർ ഹൾക്കിനെ കൊണ്ടുവരുന്നതിനേക്കാളും ഭേദം പുള്ളിയുടെ ഹ്യൂമൻ ഫോം ആയിട്ടുള്ള ബ്രൂസ് ബാനറിനെ മാത്രം കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ പുള്ളിക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുത്തിട്ട് നമ്മുടെ റേജ്ഫുൾ ആയിട്ടുള്ള ഹൾക്കിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി ചിലപ്പോൾ വേൾഡ് വാർ ഹൾക്ക് ഒന്നും കൂടി സ്ട്രോങ് ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ ഹൾക്കിനെ വീണ്ടും ഒന്ന് സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി വേൾഡ് വാർ ഹൾക്കിൽ നമ്മുടെ സെൻട്രിയാണ് ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യുന്നത്, ഒന്ന് തടുത്ത് നിർത്തുന്നത്. ആ സെൻട്രി തന്നെ ഇപ്പോൾ മാർവലിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു. സോ എവറിത്തിങ്, അതായത് എല്ലാ സിറ്റുവേഷൻസും ഇപ്പോൾ വേൾഡ് വാർ ഹൾക്കിന് അനുകൂലമായിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഇവന്മാർ പടം എടുത്താൽ മാത്രം മതി. പിന്നെ ബെനഡിക്ട് വോങ് ആസ് നമ്മുടെ വോങ് ആയിട്ട് റിട്ടേൺ ആവുകയാണ്. ബ്രീ ലാർസൺ ആസ് ക്യാപ്റ്റൻ മാർവൽ, ഹേലി ആസ് കേറ്റ് ബിഷപ്പ്, ഡോൺ ചിഡിൽ ആസ് വാർ മെഷീൻ, കാരൻ ഗിലൻ ആസ് നെബ്യൂല, ജെർമി റെനർ ആസ് ഹോക്കോയ്. ഇവ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഹോക്കോയിനെ സംബന്ധിച്ച് എന്തോ ഒരു ഇഷ്യൂ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട്. Asked me to do season 2, and they offered me half the money. I'm like, wow, it's going to take me twice the amount of work for half the amount of money. And so 8 months of my time, essentially, and to do it for half the amount. I'm like, I'm sorry. Why? Did you think I'm only half the Jeremy because I got ran over? അതായത് സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ ഹോക്കോയ് സെക്കൻഡ് സീസൺ മാർവൽ പ്ലാൻ ചെയ്തപ്പോൾ പുള്ളിനെ വിളിച്ചപ്പോൾ പുള്ളിക്ക് ഹോക്കോയ് 1 കൊടുത്ത ഫസ്റ്റ് സീസണിൽ കൊടുത്ത എമൗണ്ടിൻ്റെ പകുതി മാത്രമേ പുള്ളിക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞത്. കാരണം പുള്ളിക്ക് ഓൾറെഡി ഒരു ആക്സിഡൻ്റ് ഒക്കെ ആയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്നൊക്കെയാണ് ഒരുപാട് റൂമേഴ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താടാ എൻ്റെ ക്യാരക്ടറിന് വിലയില്ലേ, OG അവഞ്ചേഴ്സുള്ള ഒരാളാണ് ഞാൻ, അതുകൊണ്ട് അഭിനയിക്കില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്നെ അഭിനയിക്കാൻ വിളിക്കുന്നെങ്കിൽ ആദ്യം ഫസ്റ്റ് സീസണിൽ എനിക്ക് എത്ര കാശ് തന്നോ അത്ര തന്നെങ്കിൽ മാത്രമേ ഞാൻ വരുന്നു പറഞ്ഞു പുള്ളി തീർത്തു പറഞ്ഞു. സോ വരുമായിരിക്കും എന്തായാലും. എന്തൊക്കെയായാലും OG അവഞ്ചേഴ്സിലുണ്ടായിരുന്ന ഒരു ലെജൻഡറി ക്യാരക്ടറിനെ ഇങ്ങനെ തഴന്താഴ്ത്തി നമ്മുടെ മാറിൽ സംസാരിച്ച് ശരിയായില്ല. സോ എന്തായാലും ഹോക്കോയ് സീസൺ 2 വരുമായിരിക്കാം. എന്തായാലും ഇതിൽ ഇപ്പോൾ ഈ ലിസ്റ്റിൽ നമ്മുടെ ഹോക്കോയ് ഉണ്ട്. പിന്നെ ഇമാൻ വെല്ലാനി ആസ് മിസ് മാർവൽ, പിന്നെ നമ്മുടെ ഒക്കോയുടെ ക്യാരക്ടർ ടെസ തോംസൺ ആസ് വാൽക്കരി, പിന്നെ ലോക്കി സീസണിൽ കണ്ടിട്ടുള്ള ഓറബോറസ്, പിന്നെ മാർവൽസ് പടത്തിൽ നമ്മൾ വേറൊരു യൂണിവേഴ്സിൽ പോയി കുടുങ്ങിക്കിടന്നിട്ട് നമ്മുടെ മോണിക്ക റാംബോനെ കണ്ടിട്ടുണ്ടാവും. സോ പുള്ളിക്കാരത്തി വരും. ആഡം വാർലോക്ക്, പിന്നെ ഡൊമിനിക് തോൺ ആസ് അയൺ ഹാർട്ട്. ഇപ്പോഴായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവുക, ഇങ്ങനെ ഒരു സീരീസ് ഉണ്ടായിരുന്നല്ലേ, ഇപ്പോഴാണല്ലോ ആലോചിക്കുന്നതെന്നല്ലേ. നമ്മൾ പറഞ്ഞത് വിട്, മാർവലേ ഇങ്ങനെ ഒരു കാര്യം മറന്നുപോയി. ഇനി 1 മാസത്തിനുള്ളിൽ ഈ സീരീസ് വരും, എന്തരാവോ എന്തോ. ഇപ്പോഴാണ് മാർവൽ വീണ്ടും തിരിച്ചൊന്ന് ട്രാക്കിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാനില്ല, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ സോസ്റ്റി ഗോമസ് ആസ് അമേരിക്ക ചാവേസ്. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ ക്ലിയർലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇവരൊക്കെ മൾട്ടിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൂംസ്ഡേയിൽ വരാൻ എന്തുകൊണ്ടും ബാക്കിയുള്ളവരെക്കാളും അനുയോജ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. സോ ഇവരൊക്കെ വരുന്നുള്ളത് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻസൈഡർ ആയതുകൊണ്ടും വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ നമ്മുടെ സിൽവിയുടെ ക്യാരക്ടർ, പിന്നെ ഷീ ഹൾക്ക്, വണ്ടർമാനെ കുറിച്ചുള്ള നിങ്ങൾ ഇതുവരെ ഒരു പടവും സീരീസോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ആക്ച്വലി അവഞ്ചേഴ്സ് കാങ് ഡൈനസ്റ്റിയുടെ സ്ക്രിപ്റ്റിലേക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അതിൽ വണ്ടർമാൻ ഒരു മേജർ റോൾ ഉണ്ടായിട്ടുണ്ടാവും.
ആക്ച്വലി വണ്ടർമാൻ്റെ സീരീസ് കഴിഞ്ഞിട്ടായിരുന്നു അവഞ്ചേഴ്സ് കാങ് ഡൈനസ്റ്റി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അതേപോലെ തന്നെയാണ്. അവിടെ ഡൂംസ്ഡേക്ക് മുമ്പ് തന്നെ ഈ വണ്ടർമാനെ കുറിച്ച് ഒരു സീരീസ് ഈ വർഷത്തിൻ്റെ എൻഡിൽ തന്നെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, എന്തായാലും വരും. പിന്നെ നമ്മുടെ ആൻഡ്മാൻ്റെ മോളായിട്ടുള്ള കാസി ലാങ്, പിന്നെ B-15, പിന്നെ ലെസാന ലിൻസ് ആസ് മറിയ റാംബോ. അതായത് നമ്മുടെ മോണിക്ക റാംബോ ആ ക്യാപ്റ്റൻ മാർസിൻ്റെ എൻഡിൽ വേറൊരു യൂണിവേഴ്സിൽ പോയി കുടുങ്ങുമ്പോൾ അവിടെ ഇതിൻ്റെ അമ്മേനെ പോലെ വേറൊരു ക്യാരക്ടർ ഉണ്ടാവും, ബൈനറി എന്ന് പറഞ്ഞിട്ട്. എക്സ്മെൻ ടീമിലുള്ളവരിലാണ് കാണിച്ചിട്ടുള്ളത്, പുള്ളിക്കാരത്തി വരുന്നു പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ജീൻ ഗ്രേ, അതായത് ആ മൊത്തം ചെയർ വെച്ചിട്ടുള്ള എക്സ്മെൻ്റെ ഒക്കെ അനൗൺസ്മെൻറ്റിൽ കാണിക്കാത്ത ഒരു എക്സ്മെനാണ് ഈ ലിസ്റ്റിലുള്ളത്. അതായത് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ദ ഒറിജിനൽ ജീൻ ഗ്രേ. പിന്നെ ഹാലി ബെറിസ് ആസ് സ്റ്റോം, അതായത് മൊത്തം എക്സ്മെൻ ഒറിജിനൽ, പണ്ട് കാണിച്ചിട്ടുള്ള OG എക്സ്മെൻസിനെയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. സോ ഇവർ രണ്ടുപേരും ഉണ്ടാവും തോന്നുന്നു, കാരണം ഇറ്റ് മേക്ക് സെൻസ്. പിന്നെ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയിൽ കണ്ടിട്ടുള്ള ഒരു ചെറിയ പെണ്ണ്, പുള്ളിക്കാരത്തി. പിന്നെ നമ്മുടെ മോർബിയസ്, പിന്നെ ക്രിസ് പ്രാറ്റ് ആസ് സ്റ്റാർ ലോഡ്. ഇവരൊക്കെ ഉണ്ടാവുന്ന ഓൾറെഡി കൺഫേം ആണ്. കാരണം ഇതിന് മുമ്പ് ഡൂംസ്ഡേയുടെ കൺസെപ്റ്റ് ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലീക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലും ഇവരെ നമ്മുടെ സ്റ്റാർ ലോഡിനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സാമുവൽ ജാക്സൺ ആസ് നിക് ഫ്യൂരി, പിന്നെ നമ്മുടെ ക്ലിയ, പിന്നെ അവസാനമായിട്ട് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചും. പിന്നെ ബ്രാഡ്ലി കൂപ്പർ ആസ് റോക്കറ്റ്, പിന്നെ വിൻഡീസൽ ഗ്രൂട്ടായിട്ട്. എന്ന് വിചാരിച്ചിട്ട് വിൻഡീസലിൻ്റെ മുഖം വെച്ചിട്ടല്ല, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. ഐ ആം ഗ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രൂട്ട് പറയുന്നില്ലേ, ആ സൗണ്ട് വിൻഡീസലിൻ്റെയാണ്, അതാണ് ഉദ്ദേശിച്ചത്. അതായത് മൊത്തം ഗാർഡിയൻസ് ടീം തന്നെ ഇതിലുണ്ടാവുന്നത്. പിന്നെ ഫൈനലി നമ്മുടെ തലവൻ ക്രിസ് ഇവാൻസ് ഇതിൽ റിട്ടേൺ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്രിസ് ഇവാൻസ് എന്താണ്, എങ്ങനെയാണ്, ഏത് മോഡലിലാണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല. ഓൾഡ് ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടാണോ, അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഈവിൾ വെർഷൻ ആയിട്ടുള്ള ക്യാപ്റ്റൻ ഹൈദർ ആയിട്ടാണോ, അല്ലെങ്കിൽ നോർമൽ ക്യാപ്റ്റൻ അമേരിക്ക ടൈം ട്രാവൽ ചെയ്ത് വേറെ യൂണിവേഴ്സിലാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ പുള്ളി വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരുപാട് ട്രസ്റ്റബിളായിട്ട് ഒരുപാട് ഇൻസൈഡ്സ് ഇതിന് മുമ്പും തന്നെ ലീക്ക് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ക്രിസ് ഇവാൻസ് ക്യാപ്റ്റൻ ഹൈദരൊക്കെ ആയിട്ട് വരുന്നത്. സോ നമുക്ക് കാണാം. പക്ഷേ ഇതൊക്കെ കേട്ടെങ്കിലും ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലും നമ്മുടെ ടോം ഹോളണ്ട് ഇല്ല, അതായത് സ്പൈഡർമാൻ ക്യാരക്ടർ ഇല്ല. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ചില റൂമേഴ്സൊക്കെ സത്യമാണെന്ന് ഉറപ്പാണ്. കാരണം ഡൂംസ്ഡേയും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയും ഏതാണ്ട് ഒരേ ടൈമിൽ തന്നെയാണ് നടക്കുന്നത്. സോ അതാ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ആൻഡ്മാൻ ക്വാണ്ടമാനിയ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന് ശേഷമാണ് റിലീസായെങ്കിലും അത് രണ്ടും ഏതാണ്ട് ഒരേ ടൈമിൽ തന്നെ നടക്കുന്ന പോലെയും കാണിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഇൻഫിനിറ്റി വാറിൽ താനസിട്ട സ്നാപ്പ് അവരെ എഫക്റ്റ് ചെയ്ത് അവർ വാനിഷ് ആവുന്ന പോലെ കാണിച്ചിട്ടുള്ളത്. ഇതൊരു വിധത്തിൽ നല്ലതന്നെയാണ്. കാരണം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഒരു പക്ക ഗ്രൗണ്ടഡ് ആയിട്ടുള്ള മൂവി ആവാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ എക്സ്മാൻ്റെ റൈറ്റർ ആയിട്ടുണ്ടായിരുന്ന പുള്ളി എന്തൊക്കെയോ ലീക്ക് ചെയ്തെന്ന്. അത് നമുക്ക് നോക്കാം. ഇതിന് മുമ്പ് പുള്ളി എന്തോ ഒരു പാൻ ഇവൻറ്റ്, നമ്മുടെ കോമിക്കോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോലത്തെ എന്തോ ഒരു സംഭവത്തിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് പുള്ളി ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് പുള്ളി അവഞ്ചേഴ്സ് ഡൂംസ്ഡേയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്ത് ബന്ധവും ഈ പുള്ളി അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും തമ്മിൽ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ചിലപ്പോൾ നമ്മുടെ ആൻ്റണി റുസോ ആൻഡ് ജോ റുസോ, ഈ ഡൂംസ്ഡേയുടെ ഡയറക്ടേഴ്സ് പുള്ളിനെ ചിലപ്പോൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് എക്സ്മെൻ ക്യാരക്ടേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പുള്ളിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഉദാഹരണത്തിന് നമ്മുടെ ജെയിംസ് ഗൺ ഡയറക്ട് ചെയ്തിട്ടുള്ള ഗാർഡിയൻസിനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഇവർ നമ്മുടെ ഡയറക്ടേഴ്സ് പുള്ളിയുടെ അടുത്തൊക്കെ തന്നെയാണ് ചോദിച്ചറിഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ടായിരിക്കും പുള്ളിയുടെ അടുത്തും നമ്മുടെ എക്സ്മെൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ചോദിച്ച് ചിലപ്പോൾ ജോ റൂസേഴ്സ് പോയിട്ടുണ്ടാവാം. അങ്ങനെ പുള്ളി പറഞ്ഞിരിക്കുന്നതാണ് സൈലോക്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അതായത് അപ്പോക്കലിപ്സിലൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു ക്യാരക്ടർ. പിന്നെ മെയിനായിട്ട് നമ്മുടെ വൂൾവറിൻ മെയിനായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കൊല്ലുന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക അത് ഏത് വൂൾവറിനാണ്? ഉദാഹരണത്തിന് ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനിൽ കണ്ടിട്ടുള്ള ആ വൂൾവറിൻ തന്നെ ആവാനാണ് ചാൻസ്. കാരണം OG എക്സ്മെൻസിലുണ്ടായിരുന്ന നമ്മുടെ ലോഗൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ വേറെ ടൈം ലൈൻ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ എക്സ്മെൻസിലുണ്ടായിരുന്ന വൂൾവറിനെ കാണിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ പുള്ളി പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ എലിസബത്ത് ഓൾസൺ സ്കാർലറ്റ് വിച്ചിൻ്റെ ഒരു നല്ല വെർഷനായിട്ട് വരാൻ പോവാണെന്നുള്ളത്. ഈ നല്ല വെർഷൻ എന്ന് പറയുമ്പോൾ മൾട്ടിവേഴ്സിൽ തന്നെ നല്ല വെർഷൻ ആവണമെന്നില്ല. ഓൾറെഡി നമ്മുടെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് തന്നെ പുള്ളിക്കാരത്തി നന്നാവുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. സോ അതിന് ശേഷം പുള്ളിക്കാരത്തി നന്നായതിന് ശേഷം വരുന്നതായിരിക്കാം. അപ്പോൾ വിചാരിക്കും അതിൽ ഓൾറെഡി പുള്ളിക്കാരത്തി മരിച്ചല്ലോ എന്ന്. മരിച്ച പോലെ അതൊക്കെ ഇടിച്ച് വീഴുന്ന പോലെ കാണിച്ചിട്ടുള്ളൂ. പുള്ളിക്കാരത്തിനെ കൊന്ന പോലെയോ ചത്ത പോലെയോ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും. കാരണം അത്രയ്ക്കും പൊട്ടൻഷ്യലുള്ള ഒരു ക്യാരക്ടറിനെ എന്തായാലും അങ്ങനെ തട്ടിക്കളയും തോന്നുന്നില്ല. സോ ഇതൊക്കെ എന്നാലും ഒരുവിധം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ പുള്ളി പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമാണ്, അതായത് നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയർ ഡോക്ടർ ഡൂമായിട്ട് മാത്രമല്ല, ഡോക്ടർ ഡൂമിൻ്റെയോ അല്ലെങ്കിൽ അയൺമാൻ്റെയോ മൾട്ടിപ്പിൾ വെർഷൻസ് ആയിട്ടും പുള്ളി വരുമെന്ന്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ക്രിസ് ഇവാൻസ് റിട്ടേൺ ആവുന്നുള്ളത്. അതേപോലെ തന്നെ ക്രിസ് ഇവാൻസിൻ്റെ ഒരു ഈവിൾ വെർഷനായിട്ടും വരുമെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും എന്തിനു ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊക്കെ ചിലപ്പോൾ ഒരു മാർക്കറ്റിംഗ് സ്റ്റണ്ട് ആയിരിക്കാം. ചിലപ്പോൾ ഇതിൽ ചിലതൊക്കെ നടക്കാം, ചിലതൊക്കെ നടന്നില്ലെന്നും വരാം. ചിലപ്പോൾ ഫാൻസിന് ഏത് സത്യം ഏത് കള്ളെന്ന് അറിയാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ മാർവൽ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പടച്ചു വിട്ടിട്ട് ഫാൻസിനെ മൊത്തം കുഴപ്പിക്കുന്നത്. പിന്നെ ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. അതായത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരും. അതായത് നമ്മുടെ ഷാറൂഖ് ഖാൻ ഡോക്ടർ ഡൂമിൻ്റെ ഒരു വെർഷനായിട്ട് വരാൻ പോകുന്നു. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായിരിക്കും ഇതിന് മറുപടിയെന്ന്. കാരണം ഓൾറെഡി 100 മില്യൺ എങ്ങാനും കൊടുത്തിട്ടാണ് നമ്മുടെ RDJനെ ഇറക്കുന്നത്. സോ ആ പടത്തിൽ വീണ്ടും അത്രയും പൈസ ഇറക്കിയിട്ട് വേറൊരു ക്യാരക്ടറിനെ ഇറക്കേണ്ട കാര്യമുണ്ടോ? അതും സെയിം റോളിൽ. പിന്നെ ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യക്കാരൊക്കെ ചിലപ്പോൾ തട്ടി വിട്ടതായിരിക്കാനാ ചാൻസ് എന്നല്ല, അതായിരിക്കും സത്യം. ഉദാഹരണത്തിന് കുറച്ച് മുമ്പ് ഡൂംസ്ഡേയിൽ നമ്മുടെ ധനുഷ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നില്ലേ? ചിലപ്പോൾ അതേപോലെ ആയിരിക്കും ഇതും.
പക്ഷേ ധനുഷിൻ്റെ കാര്യം പറയുമ്പോൾ എന്നാലും അതിലൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി റൂസോ ബ്രദേഴ്സിൻ്റെ കൂടെ ധനുഷ് ദ ഗ്രേമാൻ എന്ന് പറഞ്ഞ ഒരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ധനുഷിനെ വീണ്ടും ഒരു മാർവൽ പടത്തിൽ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്പെൻസിലെ റോളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജോ റൂസോസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിലും അവിടെയും വിശ്വസിക്കാൻ എവിടെയോ ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഫാൻസ് അത് വിശ്വസിച്ചു. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇൻസൈഡേഴ്സ് തന്നിട്ടുള്ള റൂമേഴ്സ് മാത്രമാണ്. ചിലപ്പോൾ ഇതിലുള്ള ക്യാരക്ടേഴ്സൊക്കെ വരാതെയും ഇരിക്കാം. പക്ഷേ എന്നാൽ ഏതൊക്കെ ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്ക് ഡൂം സ്റ്റൈൽ കാണാൻ താല്പര്യമുണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആരൊക്കെ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാലോ. ചിലപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സൊക്കെ മിസ് ഔട്ട് ആയിട്ടുണ്ടാവും. അത് ആരൊക്കെയാണെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.